അപ്പം പിന്നെ 4-ാം തീയതി കല്യാണം. 2200 പേരെ പരിപാടിയായിരുന്നു നാട്ടിൽ. അപ്പം നമ്മളത് തൽക്കാലമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ശിങ്കു ഓക്കെ അല്ലേ അതിന്? അപ്പം ഞാൻ മാത്രം എടുത്ത ഡിസിഷൻ അല്ല, മെയിൻ ഡിസിഷൻ എൻ്റെ തന്നെ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ആഘോഷമാണ്. ഓരോ മനുഷ്യന്റെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത്. പലരും പല രീതിയിലായിരിക്കും സ്വന്തം കല്യാണം പ്ലാൻ ചെയ്യുന്നത്. ചിലർ ഭയങ്കര സിമ്പിൾ ആയിട്ട് കഴിക്കും. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളമോ അവർ ഭയങ്കര ആർഭാടായിട്ട് 3-4 ദിവസത്തെ പരിപാടിക്കായിട്ട് കഴിക്കും അല്ലേ. അത് ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യവും സാമ്പത്തികവും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ എങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും കല്യാണം വളരെ ഭംഗിയായി തന്നെ തീരണമെന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. കല്യാണ ദിവസം തനിക്കോ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ കല്യാണത്തിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി, മുന്നൊരുക്കങ്ങൾ നടത്തി കല്യാണ ദിവസം കല്യാണം ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് വല്ലാത്തൊരു ഹേർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് തന്നെയാണ് അല്ലെ. എന്നാൽ അങ്ങനെ ഇതേപോലെ സ്വന്തം കല്യാണം ക്യാൻസൽ ചെയ്യേണ്ടി വന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആളൊരു യൂട്യൂബറാണ്, പലർക്കും അറിയുമായിരിക്കും. യാസിൻ വ്ലോഗ് ഫാമിലി എന്നുള്ളതാണ് ഈ ചാനലിന്റെ പേര്. ആള് കല്യാണത്തിന്റെ ഒരുക്കങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഞാൻ റീസെന്റ് ആളിട്ട വീഡിയോകളുടെ തംബ്നെയിൽ വായിച്ചു തരാം. എൻഗേജ്മെന്റ് മേക്ക് ഓവർ, കല്യാണ ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങ് 4 ദിവസം മുന്നേ. കല്യാണത്തിനായി ഞങ്ങൾ കൊടുങ്ങല്ലൂരിലെത്തി. നിക്കാഹ് ഡ്രസ്സുമായി പെങ്ങൾ കല്യാണ വീട്ടിലേക്ക്. കല്യാണ തലേന്ന് വരനെ ഞെട്ടിച്ചു കൊണ്ട് വധുവരനെ കാണാൻ വന്നപ്പോൾ. ഇതൊക്കെയായിരുന്നു റീസെന്റ് വന്ന തംബ്നെയിൽസ്. ഈ വീഡിയോകളെല്ലാം പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു കാണപ്പെട്ടിരുന്നത്. കാരണം സ്വന്തം കല്യാണമല്ലോ, ഒബ്വിയസ്ലി സന്തോഷം കാണുമല്ലോ. ഇവരുടെ നിക്കാഹ് 2 ദിവസം മുന്നേ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു ഇവരുടേത്, ഈ ഹൽദി മെഹന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞു ഓഗസ്റ്റ് 4-ാം തീയതി ആയിരുന്നു ഇവർ മെയിൻ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 2000-ഓളം ആളുകൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു മാരേജ് പ്ലാൻ ആയിരുന്നു ഇവരുടേത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവരൊരു വീഡിയോ ഇടുന്നത്, കല്യാണം ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. എന്തോ അത് കണ്ടപ്പോ എനിക്ക് വലിയ രീതിയിൽ സങ്കടവും തോന്നി, എന്നാൽ ചെറിയ രീതിയിൽ ഒരു സന്തോഷവും തോന്നി. സങ്കടം തോന്നാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആശിച്ച് മോഹിച്ച് കല്യാണ ദിവസം തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സന്തോഷം തോന്നാനുള്ള കാര്യം അത് പിന്നീട് പറയാം. എന്തായാലും ഇവരുടെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അതായത് നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ ജൂലൈ 28-ന് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. അപ്പം ഈ വരുന്ന ആഗസ്റ്റ് 4-ാം തീയതി വയനാട് കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു നമ്മളെ റിസപ്ഷനും ബാക്കിയുള്ള പരിപാടീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് മുന്നേ ഈ വരുന്ന 1-ാം തീയതി നമ്മുടെ ബാച്ചിലർ പാർട്ടിയും ഗ്രൂം ടു ബിയും, പിന്നെ 2-ാം തീയതി ഹൽദി, 3-ാം തീയതി തലേന്ന് അത് അന്ന് കുറേ പ്രോഗ്രാം DJ. അപ്പം പിന്നെ 4-ാം തീയതി കല്യാണം. 2200 പേരെ പരിപാടിയായിരുന്നു നാട്ടിൽ. അപ്പം നമ്മളത് തൽക്കാലമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ശിങ്കു ഓക്കെ അല്ലേ അതിന്? അപ്പം ഞാൻ മാത്രം എടുത്ത ഡിസിഷൻ അല്ല, മെയിൻ ഡിസിഷൻ എൻ്റെ തന്നെ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മളവിടെ ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം കല്യാണം ഇപ്പോൾ തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത്, പിന്നെ കുറേ പേര് പറഞ്ഞ് ചെറിയൊരു പരിപാടിയാക്കി വെച്ചുകൂടെ എന്ന് പറഞ്ഞു. അത് പറ്റില്ല. നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കല്യാണം എന്ന് പറഞ്ഞൊരു ആഘോഷമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു വട്ടം മാത്രം നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ്. അപ്പം അത് നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വെച്ച്, അപ്പം അതായത് നമ്മളിപ്പം ഞാൻ വയനാട് കൽപ്പറ്റ, നമ്മളെ പിന്നെ മുണ്ടക്ക എന്ന് പറയുന്ന 10-25 കിലോമീറ്റർ അപ്പുറത്താണ്. അളിയൻ മേപ്പാടിക്കാരനാണ്. അപ്പം അളിയനൊക്കെ ഒരു പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വേണം. ഞാൻ പേഴ്സണലി കല്യാണം വിളിച്ച ഒരാൾ ആ ദുരന്തത്തിൽ പോയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെ കുടുംബത്തിൽ ആരും ഇല്ല. അപ്പം കല്യാണം വേണമെങ്കിൽ നമുക്ക് വെക്കാം, പരിപാടി നടത്താം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കല്യാണം വിളിച്ച ആൾക്കാർ, അവരെ ഫാമിലീസ് ഉള്ള ആൾക്കാരൊക്കെ ഈ ദുരന്തത്തിൽ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ഈ കല്യാണം വെച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒട്ടും എന്താ പറയാ ഒട്ടും ഉചിതല്ല. അതന്നെ സംസാരിക്കുന്ന സമയത്ത് 2 പേരും ഭയങ്കര ഡെസ്പാണ് അല്ലേ. കല്യാണ പെണ്ണാണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരമാണ് മറ്റയാൾ എന്താ പറയാന്ന് നോക്കുന്നത്. അപ്പോഴാണ് മറ്റേക്ക എന്താ പറയാ എന്നുള്ള ലെവലിൽ ഇരിക്കുന്നത്. അതായത് അത്രയും സങ്കടം മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ദൈവം മറ്റൊരു തീരുമാനം എടുക്കും എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിക്കാം. എന്തായാലും 2 പേരുടെയും മുഖം കണ്ട സമയത്ത് എനിക്കൊന്ന് ഭയങ്കര സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. അവരത്രയും ഈ ദിവസം ഭയങ്കര ആഗ്രഹിക്കുകയും മോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എനിവേ ഇവരുടെ വീഡിയോ ഞാൻ കണ്ടു. ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് നോക്കിയ സമയത്ത് ഒരുപാട് ആളുകളുടെ സന്തോഷ പ്രകടനം അവിടെ കണ്ടു എന്നുള്ളതാണ്. അത് കണ്ട സമയത്ത് ഭയങ്കര ഡിസ്കസിങ് ഫീൽ തോന്നി എന്നുള്ളതാണ്. ഞാൻ ഒരു കമന്റ് വായിച്ചു തരാം.
കുറച്ച് ദിവസമായി എന്തായിരുന്നു ഒരു നെകളിപ്പ്. കല്യാണത്തിന് മുന്നേ തന്നെ താനൊക്കെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടപ്പോൾ പഠിച്ചോൻ തന്നതാണ് ഈ ഗതി. ഇനിയെങ്കിലും പഠിക്കാൻ നോക്കൂ. ഈ ദുരന്തം ഇതിനൊരു കാരണം മാത്രം. അങ്ങനെയുണ്ട്. എന്താ ഞാനിതിനൊക്കെ പറയാ, ഈ ദുരന്തം ഇതിന് ഒരു കാരണമാണെന്നൊക്കെ. മറ്റേക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ കല്യാണം ക്യാൻസൽ ചെയ്ത്. അങ്ങനെ തന്നെ വേണടാന്നൊക്കെ. ഒരുപാട് ആളുകൾ ഈ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ പോയതിനേക്കാളും മറ്റാളെ കൺസേൺ കല്യാണം മുടങ്ങിയാണ്. എന്താ ഞാനിതിനൊക്കെ പറയാം. അല്ലേലും നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒന്ന് കല്യാണം വലുതാക്കി കഴിക്കുമ്പോഴേക്കും അപ്പോൾ കണ്ണുകടി. ഇതേ ടൈപ്പ് കമന്റുകൾ 3-4 ദിവസം മുന്നേ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ യൂസഫ് അലിന്റെ മക്കളുടെ കല്യാണത്തിന്. വലിയൊരു കൺവെൻഷൻ സെന്ററിലൊക്കെ വെച്ചിട്ടായിരുന്നു യൂസഫ് അലിന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞത്. അതിനും താഴെ ഇതേ ടൈപ്പ് കമന്റുകളായിരുന്നു ഭൂരിഭാഗം എന്നുള്ളതാണ്. ആർഭാടമാക്കി കഴിക്കുന്നു, പഠിച്ചവനെ മറന്നു കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും താല്പര്യവും സാമ്പത്തികം അനുസരിച്ച് അവര് ചിലപ്പോൾ വലുതാക്കി കഴിക്കും, ചെറുതാക്കി കഴിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ കണ്ണുകടി എന്നുള്ളതാണ്. വല്ലാത്തൊരു മനുഷ്യന്മാര് കേട്ടോ. എനിക്ക് തോന്നുന്നത് അസൂയനെ കൊണ്ടാണെന്നുള്ളതാണ്. അവർക്ക് ഇതേമാതിരി കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു തരം അസൂയ ഉണ്ടല്ലോ, അതായിരിക്കും മിക്കവാറും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു എന്നുള്ളതാണ്. അതിനെ റെപ്രസെന്റ് ചെയ്ത ഒരു കമന്റ് വായിച്ചെന്ന് മാത്രം. എനിവേ, അത് അങ്ങനെ ഒരു സൈഡ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കല്യാണം ക്യാൻസൽ ചെയ്യുന്നതിന് കൂടെ തന്നെ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. ആരും 4-ാം തീയതി പരിപാടി ഇല്ല, പരിപാടിക്ക് വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാല്ലാ എല്ലാവരെയും വിളിച്ചിട്ട് എന്തായാലും നടത്തും. കാരണം നമ്മളെ ഇതിലൊരു ബ്യൂട്ടിഫുൾ ഇവന്റ് ആണ്. അപ്പം അതെന്തായാലും നമ്മൾ പിന്നീട് ഒരിക്കലും നടത്തും. ഇപ്പോൾ ഒരു സാഹചര്യത്തിലല്ല. പിന്നെ ശിങ്കുവിന് വലിയൊരു ആഗ്രഹമുണ്ട്. അതായത് കല്യാണത്തിൽ നിന്ന് ശിങ്കുവിന് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. പക്ഷെ നല്ല സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ കാര്യം ശിങ്കുവിനോട് പറഞ്ഞപ്പം ശിങ്കു എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നമ്മൾ കല്യാണത്തിന് മാറ്റി വെച്ച കുറച്ച് ക്യാഷ് ഉണ്ടാവും എന്തായാലും. അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ദുരിതത്തിൽ ആപത്ത് പറ്റി ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാം. ഇപ്പോഴല്ല, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ പോയി ഇടപെട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ആർക്കാണ് അർഹതപ്പെട്ട അവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പൊ അത്രത്തോളം അപ്പൊ നമുക്ക് വീട് വെക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാം ഒതുങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ എന്നെ കൊണ്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ്. അപ്പം ഇപ്പം എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ. അപ്പം ഞങ്ങളിന്നിപ്പോൾ വയനാട്ടിലോട്ട് ഇറങ്ങിയാണ്. 2:30 എത്താൻ പറ്റുമോ അറിയില്ല, റോഡ് എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. എന്നാലും പൂ തന്നെയാണ്. അപ്പം നാളെ ശിങ്കുവിനെ വീട്ടിലോട്ട് കയറ്റണം. പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ പോയി വീട്ടിലോട്ട് കയറുക എന്നുള്ള രീതിയിലാണ്. 2-3 ദിവസം കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇവിടെ വീട്ടുകാർ പിന്നെ വീട്ടിലോട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ പഠിച്ചോ നല്ലൊരു വേറെ ടൈം തരും. അപ്പം നമുക്ക് ഉഷാറാക്കി നടത്താം. ഓക്കെ, ഇൻഷാല്ലാ. എന്തോ ഈ തീരുമാനം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുള്ളതാണ്. കല്യാണം നടത്താൻ വെച്ച എമൗണ്ടിൽ നിന്നും ഒരു വിഹിതം ദുരിതബാധിതർക്ക് കൊടുക്കാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നി പോയി എന്നുള്ളതാണ്. ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായും അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആ മനസ്സിനൊരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. പിന്നെ അതിന് കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, വയനാട്ടിലെ ദുരിതബാധിതർക്ക് പണമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കഴിയുന്നത് നേരിട്ട് കൊണ്ടുപോയി പണം എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഫണ്ട് ചാരിറ്റി ഓർഗനൈസേഷൻ വഴിയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയെന്ന് വരില്ല. എന്തിന് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ വരെ തിരുമറികൾ നടന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി അത്രയ്ക്കും നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള ചാരിറ്റി ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ അതിനേക്കാളും ഭേദം നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാവും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം പണത്തേക്കാൾ ഉപരി ആവശ്യ വസ്തുക്കൾക്കാണ് ഡിമാൻഡ്. സാനിറ്ററി പാഡ്, ഡ്രസ്സ്, ഇതൊക്കെയാണ് ഇപ്പൊ ആവശ്യം. പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണം കൊണ്ട് ഈ അവശ്യ വസ്തുക്കൾ വാങ്ങി കളക്ടിംഗ് പോയിന്റിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോ സംസ്ഥാനത്തും ഓരോ കളക്ടിംഗ് പോയിന്റ് ഉണ്ട് അല്ലെ, അവിടെ കൊണ്ടുപോയി അവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കൊടുത്ത് നിങ്ങളുടെ പണം കളയാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് ഇവിടെ യാസീൻ എടുത്തിട്ടുള്ളത്. പിന്നീട് നല്ലൊരു ദിവസം എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് എല്ലാവരും വിളിച്ചുകൂട്ടി നല്ല രീതിയിൽ തന്നെ യാസീന് കല്യാണം നടത്താൻ സാധിക്കുമാറാവട്ടെ. അത്ര എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.